ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ സമരങ്ങൾക്ക് പിന്തുണയേകുന്നത് ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന മീഡിയയിലൂടെയാണ് എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ പ്രകാശനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നവരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു. അതിന്റെ ജെന്യൂനിറ്റി, ആ ജെന്യൂനിറ്റിയാണ് പിന്നീട് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനമായി വരുന്നത്, രാഷ്ട്രീയമായ തിരിച്ചറിവുകളായി മാറുന്നത്. ഇന്ത്യയിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ അത് 2024 മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം പുതിയ സാധ്യതകൾ ഉണ്ടാകുന്നത്. ശരിയാണ്, ബ്രോഡ്കാസ്റ്റ് ബില്ല് വരും, ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നലെ സാധിച്ചതുപോലെ നാളെ സാധിക്കില്ലായിരിക്കാം. പക്ഷേ പഴയ പോലെ അമിത്ഷായ്ക്ക് ജുബയുടെ പോക്കറ്റിൽ നിന്ന് ബില്ലെടുത്ത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ശക്തിയൊന്നും ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോ പ്രതിരോധം പാർലമെന്റിൽ മാത്രം പോരാ. ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വ്യവഹരിക്കുന്ന മേഖലകളിലാണ്. യുദ്ധഭൂമി നമ്മളാണ് പോരാളികൾ. യുദ്ധഭൂമിയിലെ പോരാളികൾ നമ്മളാണ്. നമ്മൾ പേനയേന്തുക എന്നൊക്കെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പറയില്ലേ. കീബോർഡുകൾ കീഴടക്കുക, കീബോർഡുകൾ കീഴടക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ക്യാമറ മതി ഇന്ത്യയിലെ ഭരണകൂടത്തെ വിറപ്പിക്കാനെന്ന് ധ്രുവ്രാട്ടി തെളിയിച്ചിട്ടുണ്ട്, രവീഷ് കുമാർ തെളിയിച്ചിട്ടുണ്ട്. അസഖ്യം ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന സാധാരണക്കാരായ ആളുകൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ധ്രുവ്രാട്ടി ആരാണ്? ബീഹാറിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള നമ്മളെപ്പോലെ സാധാരണക്കാരനായ വിദ്യാർത്ഥി. അവൻ ഒരു യൂട്യൂബർ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവനൊരു യൂട്യൂബറായി മാറുകയാണ്. അവൻ ഇന്ന് കോടിക്കണക്കിനാണ് അവന്റെ യൂട്യൂബ് കാണാൻ വേണ്ടി അവന്റെ യൂട്യൂബ് പേജിലേക്ക് എത്തുന്നത്. നമുക്കത് സാധിക്കില്ലേ? നമുക്കത് സാധിക്കണം എന്നുള്ളതാണ്. ഒരു ധ്രുവ്രാട്ടി എന്ന് പറയുന്നത് ഒരു മാതൃകയാണ് എങ്കിൽ കുറഞ്ഞത് 100 കണക്കിന്, കുറഞ്ഞത് 1000 കണക്കിന്, കുറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ എത്താൻ കഴിയുമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളാണ് ഇന്ന് അവലംബിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളില്? നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാക്കാം, നമുക്ക് ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടി പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് മീംസ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് റീൽസ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് വ്ളോഗ് ചെയ്യാൻ കഴിയും. നോക്കൂ, ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ സന്ദർശനം നടത്തുന്ന ദിവസമാണ്. വയനാട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മെറ്റീരിയൽ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന വയനാട് എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം ഭാഗമല്ലല്ലോ. ഉരുൾപൊട്ടൽ നടന്ന വയനാട് എന്ന് പറയുന്ന ജില്ല കേരളത്തിന്റെ മാത്രം ഭാഗമല്ലല്ലോ, ഇന്ത്യയുടെ ഭാഗമാണ്. നോക്കൂ, ഇവിടെ നിന്ന് 1 രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോ 20 പൈസയാണ് കേരളത്തിന്റെ വിഹിതമായി നൽകുന്നത്. പോട്ടെ, ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ മാത്രം വികസനമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുത്. അതുകൊണ്ട് 1 രൂപ ഇവിടുന്ന് പിരിച്ചെടുത്തു കൊണ്ടുപോകുമ്പോ നമുക്ക് 20 പൈസ തന്നാൽ മതി. നമുക്ക് AMS ഇല്ല, നമുക്ക് കേരളത്തിന്റെ വികസനത്തിന് ബജറ്റില്ല, നമുക്ക് അങ്ങനെ നിരവധിയായിട്ടുള്ള പരാതികളുണ്ട്. ശരി, ആ പരാതികളും കൂടി നമ്മൾ വിട്ടുകഴിഞ്ഞിരിക്കുന്നു, മറ്റ് ഭാഗങ്ങൾക്ക് കൊടുത്ത് വികസിപ്പിക്കൂ. പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കേരളത്തിൽ ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന ഘട്ടത്തില് ആ പ്രകൃതിക്ഷോഭം ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ആ പ്രകൃതിക്ഷോഭം നേരിടുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാന